ശരിക്കും ബ്ലൂ ഷാർക്സ് എന്നാണല്ലോ ഇവരുടെ ഒരു നിക് നെയിം ഉള്ളത്. ബ്ലൂ ഷാർക്സ് ഇന്ന് അർജന്റീനയെ വിഴുങ്ങാൻ വന്നു അല്ലേ? എന്തു പറയുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കാഴ്ചക്കാരായിട്ട് വെറുതെ പങ്കെടുക്കാൻ വേണ്ടി വെറുതെ വന്നതല്ല എന്ന് വെളിവാകുന്ന അർജന്റീന എന്ന ടീമിൻ്റെ പരാധീനതയിൽ കൂടുതൽ വെളിവാകുന്ന എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു മാച്ചാണ് ഇന്ന് കഴിഞ്ഞു പോയത്. അതെ അതെ. എന്താ പറയുക, അത് മാത്രമല്ല മെസ്സി ഡിപ്പെൻഡൻസ്. മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന എന്ന് പറയുന്ന ടീം ഒരു വട്ടപൂജയാണ്. വെറും ഒരു ഓർഡിനറി പ്ലേയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു ടീം മാത്രമാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള. ഇന്ന് 3 ഗോളുകളാണ് വന്നിട്ടുള്ളത്, 3-2. ഈ 3 ഗോളുകൾ നോക്ക്, ഈ 3 ഗോളുകളിൽ 3ഉം മെസ്സിയാണ്. സർവത്ര മെസ്സി. ഗോൾ അടിച്ചത് മെസ്സി, ഒരു ഗോൾ അടിച്ചത് മെസ്സി, പിന്നെ മറ്റുള്ള 2 ഗോളുകളിലേക്ക് വഴി വെച്ചത് മെസ്സിയുടെ കോർണറുകൾ. മെസ്സി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ടീം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗെയിം പ്ലാൻ എന്താണ് ഉദ്ദേശിച്ചത്? ആ ഗെയിം പ്ലാനുകളിൽ ലോത്താരോ മാർട്ടിനസ് പോലെയുള്ള അല്ലെങ്കിൽ ജൂലിയ ആൽവറസ് പോലെയുള്ള പ്ലേയേഴ്സ് പാർട്ടായിരുന്നോ? ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ഇപ്പോൾ ടോട്ടൽ അടിച്ചിട്ടുള്ള ഈ ടീം, അർജന്റീന ടീം ഇന്നലെ അടിച്ചിട്ടുള്ള ഷോട്ടുകളിൽ 7 മെസ്സിയുടേതാണ്. അതാണ് ഇതിൽ ലോത്താരോ മാർട്ടിനസിന്റെ ഒരു ഷോട്ടില്ല, ജൂലിയൻ ആൽവറസിന്റെ അല്ലേ. അപ്പം മെസ്സി എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് ഈ 39-ാം വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സിയുടെ ഭാരം കുറക്കാൻ ആകേണ്ടിയിരുന്ന ഈ പ്ലെയേഴ്സ്, അത്രമാത്രം സപ്പോർട്ടീവ് ആകേണ്ടിയിരുന്ന പ്ലെയേഴ്സ് എത്രമാത്രം പരാജയപ്പെട്ടു എന്ന് കൂടി വെളിവാകുന്ന ഒരു കളിയാണ് ഇന്ന് കഴിഞ്ഞു പോയതെന്നുള്ള. വേൾഡ് കപ്പിൽ ഉടനീളം അങ്ങനെ തന്നെയാണല്ലോ. ആദ്യത്തെ 2 കളികളിൽ അർജന്റീന അടിച്ച 5 ഗോളുകൾ 5 മെസ്സി ആയിരുന്നു. പിന്നെ അവസാനത്തെ കളി ജോർദാനെതിരെയാണ്. അതൊരു വെറുതെ കളിച്ച പോലുള്ളൊരു കളിയാണല്ലോ. ഓൾറെഡി 2 കളി ജയിച്ചു, എത്തേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷമുള്ള കളി. അവിടെ പോലും ഒരു ഓപ്പൺ പ്ലേ ഗോള് അടിക്കാൻ പറ്റിയിട്ടില്ല. അതിലും മെസ്സി വന്നിട്ട് പിന്നെ അവിടെയാണ് അർജന്റീന ഒന്ന് നന്നായിട്ട് കളിച്ചത്. മെസ്സി വന്നതിന് ശേഷമാണ് ആ കളിയിൽ. ഈ കളിയിലാണെങ്കിൽ മെസ്സി അല്ലാതെ പിന്നെ ഒരാൾ നന്നായി കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡിഫൻസിൽ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. മെസ്സിക്ക് ആദ്യത്തെ ഗോളിന് ഒരു ഫ്ലോട്ടിംഗ് പാസ്, വളരെ മനോഹരമായിട്ടുള്ളൊരു പാസ്, അതേപോലെ തന്നെ ആ ഒരു 2ാമത്തെ ഗോള് അതടിച്ചതും ലിസാൻഡ്രോ മാർട്ടിനസാണ്. ഇന്നലത്തെ കളിയിലുടനീളം അർജന്റീനയുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഡിഫൻസിൽ നിലകൊണ്ടതും ലിസാൻഡ്രോ മാർട്ടിനസാണ്.